എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ എളുപ്പം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ്. അതും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ബിഗിനേഴ്സ്, കുട്ടികൾ പെയിൻറ്റിംഗ് ഒന്നും അറിയണ്ട അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ട്. അതിനായിട്ട് നമുക്ക് ഗ്ലാസ് ബോട്ടിൽ എടുക്കാം, അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക, ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ എടുക്കുമ്പോൾ കുറച്ചൊന്ന് സ്ക്വയർ ഷേപ്പ് ഇതുപോലെ വരുന്നൊരു ബോട്ടിൽ എടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ് ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം, ഗ്ലാസ് ബോട്ടിലും എടുക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം. എന്നിട്ട് പെയിൻറ്റ് അക്രിലിക് പെയിൻറ്റ് കൊടുക്കുക. എല്ലാവരുടെയും കയ്യിൽ അക്രിലിക് പെയിൻറ്റ് ആയിരിക്കും, അത് കൊടുക്കാം. ചോക്ക് പെയിൻറ്റ് കൊടുക്കാം, ഇനാമൽ പെയിൻറ്റോ സാധാരണ പെയിൻറ്റോ ഒക്കെ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചോക്ക് പെയിൻ്റാണ് യൂസ് ചെയ്തത്. അതും ബേസ് ഒരു കളറ്, നല്ലൊരു കളറ് കൊടുക്കണം. കാരണം അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഇനി ചെയ്യുമ്പോൾ മനസ്സിലാവും. കളർ കോമ്പിനേഷൻ ആയിരിക്കും നല്ലത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്ലാക്കാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഏത് കളറും കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്, ചോക്ക് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പോപ്പോൺസ്. അപ്പോൾ പോപ്പോൺസ് ഈ സാധനം കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മൾ വൂളൻ ത്രെഡ് കൊണ്ടും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ചത് ഞാൻ കഴിഞ്ഞ കടയിൽ നിന്ന് കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിച്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പാർട്ട് 2 നമ്മുടെ ക്രാഫ്റ്റ് മെറ്റീരിയലിൻ്റെ വീഡിയോ. അപ്പോൾ അത് കാണാത്തവരെങ്കിൽ കണ്ടു നോക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് വാങ്ങിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റേറ്റും കാര്യങ്ങളും എല്ലാം. ഇത് ചെറുതാണ്, ഏറ്റവും ചെറുതാണ് ഈ സാധനം. അപ്പോൾ ഇത് ഒരു പാക്കറ്റിന് 20 രൂപയാണ്. പക്ഷേ ഇതിൻ്റെ വലുത് വരുന്നതിനൊക്കെ 10 രൂപയുള്ളൂ. പക്ഷേ കവറിനകത്ത് അധികം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുറേ ഉണ്ടാവും, അപ്പോൾ റേറ്റ് കൂടുതലുമാണ്. ചെറുതിനാണ് ഏറ്റവും റേറ്റ് കൂടുതൽ. അപ്പോൾ 20 രൂപ 25 രൂപ റേഞ്ചിലൊക്കെ വരും കേട്ടോ ഒരു പാക്കറ്റിൽ, കുറേ ഉണ്ടാവും. അപ്പോൾ കാണാൻ ഭംഗി എനിക്ക് തോന്നുന്നു ചെറുത് തന്നെയാണ് കാണാൻ ഭംഗി. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യാൻ എപ്പോഴും ചെറുത് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നല്ല കളേഴ്സ് എടുത്തിട്ടുണ്ട്. അത് ലൈറ്റ് കളേഴ്സ് ഒഴിവാക്കിയിട്ട് ഡാർക്ക് കളേഴ്സ് എടുക്കാൻ നോക്കുക. പക്ഷേ ഇപ്പോൾ നമുക്ക് തികയാത്തതുകൊണ്ട് എല്ലാ കളേഴ്സും നമുക്ക് എടുക്കേണ്ടി വരും, കാരണം വലിയ കുപ്പിയല്ലേ. അപ്പോൾ ഒരേപോലെ ഇരിക്കും 4 എണ്ണം എടുക്കണം. 4 എണ്ണം എടുക്കും. ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചതേ ഉള്ളൂ. 4 എണ്ണം എടുക്കണം. എന്നിട്ട് ഫെവിക്കോൾ എടുക്കണം. ഫെവിക്കോൾ എടുക്കുമ്പോൾ ഫെവിക്കോളിന് പകരമായിട്ട് ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ എടുത്തിരിക്കുക. ഫെവിക്കോളിൻ്റെ ഒരു കാര്യം, ഇതൊക്കെ ഒട്ടിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് കുപ്പി തിരിച്ച് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് ഇളകിപ്പോരും. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം കുപ്പി തിരിച്ചും മറിച്ചും ഒക്കെ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ 4 എണ്ണം ഒരു പൂ പോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യും. 20 രൂപയുടെ ഒരു പാക്കറ്റ് കൊണ്ട് ഒരു കുപ്പി നല്ല ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ പിങ്ക് കളർ കൊടുത്തു, യെല്ലോ കളർ കൊടുത്തു. അപ്പോൾ ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ അടുപ്പിച്ച് ഒട്ടിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെവിക്കോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, കുറച്ച് സമയം എടുത്തിട്ട് വേണം കുപ്പി തിരിക്കാൻ. അപ്പോൾ ഞാൻ ഈ ഒരു കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അടുപ്പിച്ച് ഒരേ കളർ വേണമെങ്കിൽ അത് കൊടുക്കാം, പല കളേഴ്സ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതൊരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ അതാ പറഞ്ഞ കളർ കോമ്പിനേഷൻ ഒരു ഭംഗി കൂട്ടണമെങ്കിൽ നമ്മൾ ആ ബേസ് കളറ് നന്നായിരിക്കണം. അതിനെ ഞാൻ ബ്ലാക്ക് കളർ കൊടുത്ത കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ കുപ്പി മൊത്തത്തിലാക്കിയെടുക്കണം. വളരെ എളുപ്പമല്ലേ ചെയ്യാൻ. ഒരു 20 രൂപയുടെ ഒരു പാക്കറ്റ് കൊണ്ട് നമ്മൾ കുപ്പി മൊത്തത്തിൽ ഭംഗിയാക്കിയിട്ടുണ്ട്. കണ്ടോ, എളുപ്പമല്ലേ ചെയ്യാൻ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ ബേസ് കളർ കൊടുത്ത് സ്പോഞ്ചോ ബ്രഷോ ഏത് കൊണ്ടും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. അത് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് മുകളിലോട്ട് നമ്മൾ കൊടുക്കുന്നില്ല, അതിന് പകരം ചരടിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ ചരടിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. റിബണോ വൂളൻ ത്രെഡോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കെട്ടിക്കൊടുക്കാം. അപ്പോൾ റെഡ് കളറിൽ ഒരു ചരടിട്ട് ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ആ കുപ്പിയുടെ ആ ഒരു കഴുത്തിൻ്റെ ഭംഗിയില്ലാതായിപ്പോൾ. അപ്പോൾ കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഒരു ചരടിട്ട് കെട്ടിക്കൊടുത്തു. ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, എളുപ്പമല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂലേ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാമായിരിക്കും. ടാറ്റാ, ബൈ.